സൗദിയുടെ എണ്ണക്കപ്പൽ ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമിച്ച് തകർത്തു. ഒരു കപ്പലിന് സാരമായിരിക്കുന്ന പരിക്കേറ്റു എന്ന വിവരവും ഒരു കപ്പലിന് നിസ്സാരമായിരിക്കുന്ന പരിക്കേറ്റ വിവരവും സൗദി അറേബ്യ സ്ഥിരീകരിക്കുകയും ചെയ്തു. യാംബു തുറമുഖവും ജിസാൻ്റെ എയർപോർട്ടും ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ സൗദി അറേബ്യയുടെ ഭാഗത്തും പ്രസ്താവന വന്നതായിരിക്കുന്ന വിവരങ്ങളും ചില പ്രാദേശിക മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയുടെ തെറ്റായിരിക്കുന്ന വിവരത്തെ പിന്തുടർന്ന് ഒമാൻ്റെ കടലിൽ LPG ടാങ്കർ ആക്രമിച്ച് 2 നാവികരെ കൊലപ്പെടുത്തിയ റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ സാധിക്കുന്നതാണ്. അഥവാ കടൽ യുദ്ധം മാരക വേർഷനിലേക്ക് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഓർമുസിൽ കുടുങ്ങിയ 22 ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തിയായി ഇതിനോടനുബന്ധിച്ച് ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഈ മേഖലയിൽ ഏതെങ്കിലും നാവികർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ രീതിയല്ലെന്നും അങ്ങനെ തങ്ങൾ 22 ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളത് ചില വീഡിയോ ഫുട്ടേജ് അടക്കം അവർ പുറത്തുവിടുകയും ചെയ്തു. ചെങ്കടൽ ഏറെക്കുറെ അടക്കപ്പെട്ട രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മേഖലയിലേക്ക് സർവ്വശക്തിയും സർവ്വസന്നാഹവും എടുത്തുകൊണ്ട് ഹൂത്തികൾ പ്രയോഗിക്കുന്നു. ചെങ്കടലിലെ നിയന്ത്രണം പൂർണ്ണ രീതിയിൽ കിട്ടുന്ന തരത്തിൽ ഇടപെടൽ നടത്തണമെന്ന് ഇറാൻ ഹൂത്തികൾക്ക് നിർദ്ദേശം നൽകി എന്ന പ്രാദേശിക റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ ചെങ്കടൽ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ബാബുൽ മന്ദബാണ്. അത് പൂർണ്ണമായിരിക്കുന്ന ഈ ഹൂത്തികളുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. യഥാർത്ഥത്തിൽ അത് പറയുന്നത് ഓർമുസിന് തുല്യമായ രീതിയിൽ തന്നെയാണ് ബാബുൽ മന്ദബ്. ചെറിയ ഇടുങ്ങിയ കടൽപാതയാണ്. അപ്പോൾ അവിടെ പെട്ടെന്ന് ആക്രമിക്കാനും പെട്ടെന്ന് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇപ്പോൾ ഹൂത്തികളും സൗദി അറേബ്യയും വരുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 45% മുതൽ 65% വരെ പറയുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് അത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത്രയും എണ്ണക്കപ്പലുകൾ ചെങ്കടൽ അതിർത്തി കടന്നുകൊണ്ടാണ് ബാബുൽ മന്ദബ് കഴിഞ്ഞുകൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഏഷ്യ, ആഫ്രിക്ക, അമേരിക്കൻ ഐക്യനാടുകൾ എല്ലാ രാജ്യങ്ങളും അതിൽ പെടുന്നുണ്ട്. ഇവിടെ ഒരു പ്രതിസന്ധിയോ വിഷയങ്ങളോ ഉണ്ടാകുന്ന സമയത്താണ് ഇറാനിലെ കടലിടുക്ക് അവർ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ ഒന്നിൽ പ്രശ്നം വരുന്ന സമയത്ത് മറ്റൊന്നിൽ അല്ലെങ്കിൽ രണ്ടിലും കൊണ്ട് സുഖകരമായ രീതിയിൽ കപ്പൽ പാതയാക്കിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ചെങ്കടലിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാകുന്ന രീതിയിൽ ഹൂത്തികൾ ഇടപെടുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു വിഷയങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ ആക്രമിക്കണം, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപകാര്യങ്ങളും നിലവിലില്ല. അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, കാട്ടിക്കൂട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒമാൻ്റെ തീരത്തേക്ക് 2 LPG ടാങ്കർ ആക്രമിച്ചത്. LPG ടാങ്കർ എന്ന് പറയുന്നത് അത് ഇറാൻ്റെ ടാങ്കറാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും, എന്നാൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ ടാങ്കർ ആയിരുന്നില്ല എന്നുമാണ് മനസ്സിലാകുന്നത്. അതിൽ 2 പേർ കൊല്ലപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. തെറ്റായിരിക്കുന്ന ഒരു ആക്രമണമാണോ നടത്തിയത് എന്നതിനെക്കുറിച്ച് തങ്ങൾ പഠിച്ചു വരികയാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നൽകുന്ന വിശദീകരണം. അമേരിക്കയോട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ടാണ് പോയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർമസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളൊരു തീരുമാനമെടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഇറാനുമായിട്ട് ഏറ്റുമുട്ടാനില്ല. ഓർമുസിൻ്റെ കടൽ ഇറാൻ്റെ ഭാഗം ചേർന്നാണെങ്കിലും ഇനി ഒമാൻ്റെ ഭാഗം ചേർന്നാണെങ്കിലും ഈ കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകൾ പൂർണ്ണമായി തങ്ങൾ നിർത്തിയിരിക്കുന്നു. ചെങ്കടലിലെ സൗദി കപ്പൽ ചെങ്കടലിൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെ സൗദി അറേബ്യ നിയോഗിച്ചു. ചെങ്കടലിൽ സൗദി കപ്പൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. മാത്രവുമല്ല, ഏത് തരത്തിലുള്ള ആക്രമണമാണ് നടന്നത്, ഏത് ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൃത്യമായിരിക്കുന്ന വിവരം നൽകാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. സൗദിയുടെ ഫ്ലാഗുള്ള എൻസീലിയ, ലൈല എന്നീ 2 എണ്ണക്കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. സൗദിയിലെ അൽ ഷുക്കൈക്ക് തീരത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ
തെക്ക് പടിഞ്ഞാറ് ചെങ്കടലിൽ കപ്പൽ ജിസാൻ തുറമുഖ മേഖലയ്ക്ക് സമീപം സഞ്ചരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത്. കപ്പൽ പതിച്ച മിസൈലുകൾ ഏതെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. അപ്പോൾ ചെങ്കടലിൻ്റെ ഭാഗത്ത്, ചെങ്കടലിൽ സൗദി അറേബ്യയുടെ കൂടി അതിർത്തി പങ്കിടുന്ന കടലാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് പോലും, അതായത് അവരുടെ കടൽ തീരത്ത് പോലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ വ്യാപ്തി വളരെ വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ പരമാവധി സാമ്പത്തിക രംഗം തകരാത്ത രീതിയിൽ പിടിച്ചു നിർത്താനുള്ള എല്ലാവിധ സംവിധാന കാര്യങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ബഹ്റൈൻ, കുവൈറ്റ് 2 രാജ്യങ്ങളും ഇറാനെ ആക്രമിച്ചു എന്നുള്ളതാണ്. അത് തീർത്തും ഫേക്ക് അയക്കുന്ന ന്യൂസാണ്. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും ഇല്ല. അങ്ങനെ ആക്രമിക്കണം എന്നുള്ള ഒരു അഭിപ്രായവും ആ രാജ്യത്തിനില്ല. അപ്പോൾ അത്തരം കള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കേൾക്കാൻ വേണ്ടി സാധിക്കും. ബഹ്റൈനും കുവൈത്തും ആക്രമിച്ചു എന്ന് പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി UAE ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ വിശ്വസിക്കാൻ പറ്റും. സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുള്ളത് UAEക്കും സൗദി അറേബ്യക്കാണ്. സൗദി അറേബ്യക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ പോലും ആക്രമിക്കാതിരിക്കെ കുവൈത്തും ബഹ്റൈനും പോയിട്ട് ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് അത് കേട്ടാൽ തന്നെ അറിയാം ഇല്ലാത്ത സംഭവമാണെന്നുള്ളത്. കുവൈറ്റിൻ്റെയും ബഹ്റൈൻ്റെയും മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ സാധാരണ ആക്രമിക്കുന്ന പോലെ ഇറാനെ ആക്രമിച്ചിട്ടുണ്ടാവാം. അത് ഉണ്ട് എന്ന് ഇറാൻ തന്നെ പറയുന്നു, തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതല്ലാതെ നിലവിലെ യാതൊരു സോഴ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു അറേബ്യൻ രാജ്യങ്ങളും ഇറാനെ ആക്രമിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങൾ മാത്രമല്ലല്ലോ ഇറാൻ ആക്രമിച്ചത്. തുർക്കി ആക്രമിച്ചിട്ടുണ്ട്, അസർബൈജാൻ ആക്രമിച്ചിട്ടുണ്ട്, അതിനോടനുബന്ധിച്ചുള്ള പല രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ പോലും തുർക്കി എന്നൊക്കെ പറഞ്ഞാൽ ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ്. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുള്ള 1-ാം ലോക യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത്. അന്ന് ഓട്ടോമാൻ സാമ്രാജ്യമായിരുന്നു. അതിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരുടെ സൈനികപരമായിരിക്കുന്ന ശക്തി വളരെ വളരെ വലുത് തന്നെയായിരുന്നു. ഇപ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ 2 പ്രാവശ്യം ഇറാൻ ആക്രമിച്ചിട്ടും തുർക്കി തിരിച്ചടിച്ചിട്ടില്ല. അസർബൈജാൻ നേരെ ആക്രമണം. അസർബൈജാൻ എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ അതിർത്തി പങ്കെടുത്ത രാജ്യമാണ്. മാത്രമല്ല അതൊരു ഷിയ രാജ്യം കൂടിയാണ്. 3 ഷിയ രാജ്യമാണ് ലോകത്തുള്ളത്. ഒന്ന് ഇറാൻ, പിന്നീട് ഇറാഖ്, അസർബൈജാൻ. അസർബൈജാനിൽ ഏകദേശം 85% മേലെ ഷിയ വിഭാഗങ്ങളാണ്. ചില റിപ്പോർട്ടിനകത്ത് 95% കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ പക്ഷേ അവിടെ അമേരിക്കയുമായിട്ട് വലിയ ബന്ധമാണ് അസർബൈജാനുള്ളത്. അമേരിക്കയായിട്ട് മാത്രമല്ല ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമാണ്. അസർബൈജാൻ്റെ എയർപോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യുദ്ധമുഹൂർത്ത ഘട്ടത്തിൽ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നൊരു പരാതി ഇതിന് മുമ്പുണ്ടായിരുന്നു. ഇറാൻ അങ്ങോട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ പാറ്റേൺ മാറി വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത, അമേരിക്കയ്ക്ക് ജയിക്കാൻ സാധിക്കാത്ത ഒരു കടൽപാതയുടെ പേരാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അത് ഏത് തരത്തിൽ നോക്കിയാലും ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഒരിക്കൽ പോലും അവിടെ അവർക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഹൂത്തികളുമായി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി യുദ്ധം അവസാനിപ്പിച്ചാൽ ബ്രിട്ടൻ പോലും പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലുകളൊക്കെ അന്ന് അവിടെ എത്തുകയും ഹൂത്തികൾക്കെതിരെ വലിയ ആക്രമണം നടത്തുകയും ചെയ്തു. ഹൂത്തികളുടെ തിരിച്ചുള്ള ആക്രമണത്തിന് മുമ്പിൽ പതറിപ്പോയ ബ്രിട്ടൻ അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം പോവുകയാണ്, ഇതൊരു ജയിക്കാത്ത യുദ്ധമാണ്, ഇവിടെ കിടന്നിട്ട് പെരുങ്ങാനും പ്രയാസം അനുഭവിക്കാനും ഞങ്ങളില്ല. മാത്രമല്ല തങ്ങൾക്ക് വലിയ സൈനിക നഷ്ടമുണ്ടാവും, സാമ്പത്തിക നഷ്ടമുണ്ടാവും, സഹായിക്കാമെന്നാണ് യഥാർത്ഥത്തിൽ. അതായത് 2-ാം ലോക യുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഉയർന്നു വന്നത് അമേരിക്കയാണ്. അപ്പോൾ ബ്രിട്ടൻ ലോക സാമ്രാജ്യം, ലോകത്താകമാനം സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് ബ്രിട്ടൻ അറിയപ്പെട്ടത്. അമേരിക്ക പോലും ബ്രിട്ടനിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവർ 2-ാം ലോക യുദ്ധത്തിലൂടെ പുതിയൊരു രാജ്യം ഉയർത്തി നിൽക്കുന്നു. അവർ ലോകത്തിലെ ഏറ്റവും സൈനികമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമായിട്ട് മാറുന്നു. അപ്പോൾ അവരിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് ബ്രിട്ടന് സൈനികമായിരിക്കുന്ന ശക്തിയൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നിഴല് പോലെ അമേരിക്കക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ഇവിടെ സഹായത്തിന് വിളിച്ച സമയത്ത്, അത് ഹൂത്തികൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സൈനിക ട്രൂപ്പല്ല. യമൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഗവൺമെൻറ്റും അതിൻ്റെ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയും അടക്കമുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒരു സൈനിക ട്രൂപ്പാണ് ഹൂത്തികൾ എന്ന് പറയുന്നത്. ഈ ഹൂത്തികളെ കീഴടക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാതെ വന്നപ്പോൾ
സഹായം തേടിയതാണ് ബ്രിട്ടനോട് അമേരിക്ക. ബ്രിട്ടൻ അവസാനം ചേട്ടെറിഞ്ഞു പോയി. അമേരിക്കയ്ക്കും ഇടയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒടുവിൽ എന്തുണ്ടായി? കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ഒമാനാണ് അതിന് മധ്യസ്ഥത വഹിച്ചത്. 2 കരാർ മാത്രം അതിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചതാണ്. ഒന്ന്, ചെങ്കടലുള്ള അമേരിക്കയുടെ കപ്പലിനെ ഹൂത്തികൾ ആക്രമിക്കരുത്, പകരം ഹൂത്തികളുടെ പ്രദേശത്ത്, അതായത് യമനിൽ കയറിയിട്ട് അമേരിക്ക ആക്രമിക്കരുത്. മൂന്നാമതൊരു കരാറിന് തങ്ങൾ താല്പര്യമില്ലെന്നാണ് ഹൂത്തികൾ പറഞ്ഞത്. ഈ റൂട്ടിലൂടെയാണ് ഇത് പോയത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ചെങ്കടൽ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന കടലിടുക്കിൽ പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതി അറേബ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതും എല്ലാവിധ പ്രോക്സി വിഭാഗങ്ങളും വളരെ സജീവതയോട് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കാൻ വേണ്ടിയും പ്രതിരോധിക്കാൻ വേണ്ടിയും രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനെ ഒരുമിച്ച് കൊണ്ട് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.